മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ഗലാത്യ 6:7, ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 6:7, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കണമെന്നും ആവശ്യങ്ങൾ നിവർത്തിച്ചു തരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. പലതരം ആവശ്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുന്നു, പക്ഷെ പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുന്നില്ല. ഇതിന് കാരണം എന്താണ്? ദൈവം തരുന്ന ചില നിബന്ധനകൾ വെച്ചുകൊണ്ടാണ്. അത് മനസ്സിലാക്കി ജീവിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഫലം ലഭിക്കും. വിതയ്ക്കുന്ന വിത്തിൽ നിന്ന് 10 മടങ്ങായി ഫലം ലഭിക്കുന്നു. നാം ദൈവനാമത്തിൽ കൊടുത്താൽ പ്രതിഫലം അനേകം ഇരട്ടിയായിരിക്കും. ദൈവം നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നവയെ വർദ്ധിപ്പിച്ചു മടക്കിത്തരും. ദൈവം നമുക്ക് പണം തരണമെങ്കിൽ നമ്മുടെ പണത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. സറേഫാത്തിലെ വിധവയുടെ വീട്ടിൽ ആകെ ഒരു ഭക്ഷണത്തിനുള്ള ഗോതമ്പ് മാവും എണ്ണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭക്ഷിച്ച ശേഷം മരിക്കാം എന്നവർ കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവപുരുഷനായ ഏലിയാവ് കടന്നു ചെന്ന് അപ്പത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. വിധവ ഭക്ഷണത്തിൽ നിന്നൊരു ഭാഗം പ്രവാചകന് കൊടുത്തു. അപ്പോൾ ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. ക്ഷാമകാലം മുഴുവൻ അവളുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോയില്ല. ഒരു ഭക്ഷണത്തിനുള്ള വകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രവാചകനും ഭക്ഷണം കൊടുക്കാതിരുന്നെങ്കിൽ ക്ഷാമകാലത്ത് ആ കുടുംബം നശിച്ചു പോകുമായിരുന്നു. നമുക്കുള്ളവയെ കർത്താവിന് കൊടുത്താൽ അധികമായി താൻ മടക്കിത്തരും. നാം എന്തു കൊടുക്കുന്നുവോ അതിനെ വർദ്ധിപ്പിച്ചു മടക്കിത്തരുന്നവനാണ് ദൈവം. നാം കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുകയോ ദൈവത്തിന്റെ ധാർമ്മിക നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുകയോ ചെയ്താൽ 10 മടങ്ങായി ദൈവം തിരിച്ചു തരും. ദൈവത്തെക്കുറിച്ചുള്ള മനബോധം നിമിത്തം നാം വിട്ടുവീഴ്ച ചെയ്യുന്ന പണം അനേക മടങ്ങായി തിരികെ തരുവാൻ സ്വർഗീയ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുന്നുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് വേണ്ടെന്ന് വെക്കുന്നവയെ കർത്താവ് 10 മടങ്ങായി തിരിച്ചു തരും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.